നമസ്കാരം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ ശോഭനമായ ഭാവി സ്വപ്നം കാണുന്ന മാതാപിതാക്കൾക്കും ഇക്കാര്യത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പം കണ്ടുവരാറുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടി ഏത് വിഷയം എടുത്താലാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഒരു നല്ല ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയെന്ന കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കണമെങ്കിൽ അത്യാവശ്യം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ITI, പോളിടെക്നിക് തുടങ്ങിയ അനന്ത സാധ്യതകളുള്ള വ്യത്യസ്തമായ കോഴ്സുകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ കുട്ടി 10ന് ശേഷം അത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും എടുക്കേണ്ട കോഴ്സ് സംബന്ധിച്ചുള്ള വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയാണത്. സയൻസ് എടുക്കാനാണ് തീരുമാനമെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളുടെ സാധ്യതകൾ കൂടി നമ്മൾ അറിയണം. ഓരോ വിഷയത്തിലെയും സാധ്യതകൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന വിഷയത്തിന്റെ സാധ്യതയും ആവശ്യകതയും പൂർണ്ണമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഇക്കാര്യത്തിൽ വളരെ സമഗ്രവും എന്നാൽ ലളിതവുമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പമുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണനും മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ദൂരദർശൻ, ആകാശവാണി, മറ്റു മുഖ്യധാര ചാനലുകൾ എന്നിവയിലെ വിദ്യാഭ്യാസ രംഗങ്ങളിലെ സ്ഥിരം സാന്നിധ്യവുമായ ശ്രീ ലവകുമാർ സാറാണ്. നമസ്കാരം സാറേ. നമസ്കാരം സാർ, ഇപ്പൊ ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് +1 ഒരു അഡ്മിഷന്റെ തിരക്ക് നമ്മൾ കേരളത്തിൽ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ കൂടുതലും ഹയർ സെക്കൻഡറിയിലോട്ടാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഏത് സബ്ജക്ട് തിരഞ്ഞെടുക്കണം, അത് രക്ഷിതാക്കൾക്ക്, ഞങ്ങൾക്കും ഒക്കെ അതിൽ ആശങ്കയുണ്ട്. കുറെ കുട്ടികൾ പറയും ഞങ്ങൾ സയൻസ് എടുക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിലും ഒക്കെ നല്ല സാധ്യതകൾ ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാത്തതാകാം. അപ്പൊ നമ്മൾ ഈ ഹയർ സെക്കൻഡറിക്ക് ഓരോ വിഷയവും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അതെന്തൊക്കെയാണെന്ന് സാർ പറയാം. സാർ ഇപ്പോൾ ചോദിച്ചത് വ്യക്തമായിട്ടും എല്ലാ പാരൻസിനും സ്റ്റുഡൻസിനും പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റി ഒരു ആശങ്ക മനസ്സിലുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീണ്ട 10 വർഷം അവർ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. വളരെ ലക്ഷറി ആയിട്ടാണ് അവർ പഠിച്ചതും അധ്യാപകരെടുത്ത് ഇടപെട്ടതും കുട്ടികളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇനി തിരിച്ച്, അപ്പൊ ഇതൊരു ടേണിംഗ് പോയിന്റാണ്. നമ്മൾ ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ട് തിരിയണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് കോഴ്സുകൾ 10ാം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റുകളെ പറ്റി അവർ പഠിച്ചു. സയൻസിനെ പറ്റിയും ഹ്യൂമാനിറ്റീസിനെ പറ്റിയും ലാംഗ്വേജിനെ പറ്റിയും എല്ലാം പഠിച്ചു. പക്ഷെ അതിനുശേഷം ഇനി വേർതിരിച്ച് പോകുമ്പോൾ ഏതെങ്കിലും ചില സബ്ജക്റ്റുകളിലോട്ട് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തന്നെ, പ്രത്യേകിച്ചും പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അത് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പാരൻസിന് കുറേയൊക്കെ അറിയാതെ വ്യക്തമായിട്ടും കുട്ടികളുമായിട്ട് നിരന്തരം ഇടപഴകുന്നത് കൊണ്ട് ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാം. അതുപോലെ അധ്യാപകർക്കും അറിയാം. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചി എന്താണെന്ന് നോക്കിയിട്ട് ആ അഭിരുചിക്ക് ഇണങ്ങുന്ന മേഖലയിലുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വിടാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നിരന്തരം നല്ല ഉയരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സന്തോഷകരമായി പഠിച്ച് എൻ്റർടൈൻമെൻറ്റോടുകൂടി പഠിച്ച് അവർ മുകൾ തട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ ഒരു ടെൻഷനോടുകൂടിയുള്ള പഠനത്തിലോട്ടായിരിക്കും അവർ പ്രവേശിക്കുക. ആ പഠനം പാസ്സായി ഇറങ്ങിയാൽ പോലും അവരുടെ മനസ്സിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുകയില്ല. എലിജിബിലിറ്റി നോക്കിയിട്ട് ഇവർക്ക് ഹ്യൂമാനിറ്റീസ് ആണോ താല്പര്യം, സയൻസ് ആണോ താല്പര്യം, അതുപോലെ കോമേഴ്സ് ആണോ താല്പര്യം, ഈ 3 മേഖലകൾ മാത്രമല്ല, അവർ മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അത് നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക്, ചില കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് ആർട്ടിസ്റ്റിക് ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾക്കാണ് ലാംഗ്വേജ് ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം വേർതിരിച്ചറിയാൻ പറ്റും. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ട് ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി നടത്തുന്നതിന് പകരം ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ, അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനം തന്നെ, സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ പോവുകയാണെങ്കിൽ അവർക്ക് 3 മേഖലകളാണ് മുഖ്യമായിട്ടും ഉള്ളത്. അതൊന്ന്
സയൻസ് സ്ട്രീമുണ്ട്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുണ്ട്, അതുപോലെ കോമേഴ്സ് സ്ട്രീമുണ്ട്. ഇതിൽ തന്നെ സയൻസ് സ്ട്രീമിൽ തന്നെ മാത്തമെറ്റിക്കൽ സയൻസ് ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്. അതുപോലെ കോമേഴ്സ് സ്ട്രീമിൽ അതുപോലെ ഹ്യൂമാനിറ്റീസ് സ്ട്രീം. ഈ സ്ട്രീമിൽ അവർക്ക് സയൻസിനോട് താല്പര്യമുള്ള കുട്ടിയെ ഒരു കാരണവശാലും സയൻസ് പഠിപ്പിക്കാതെ മറ്റു സബ്ജക്റ്റിലോട്ട് വിടരുത്. എന്നാൽ ഹ്യൂമാനിറ്റീസിനോട് ഇഷ്ടമുള്ള കുട്ടികൾ ധാരാളം വായിക്കുവാനും സംസാരിക്കുവാനും ഇഷ്ടപ്പെടാനും പൊതുജനങ്ങളുമായിട്ട് ഇടപഴകുവാനും ഒക്കെയുള്ള ഒരുപാട് മേഖലകൾ ഉണ്ട് ഈ സോഷ്യൽ സയൻസിൽ വരുമ്പോൾ. അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസ്, MSW പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ അവർക്ക് ഏത് വിഷയം പഠിച്ചാലും MSW പഠിക്കാമെങ്കിലും അവർക്ക് ഇപ്പോൾ തന്നെ സോഷ്യൽ സയൻസിലോട്ട് കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവരെ മാറിപ്പോകും. അതിൽ ജേർണലിസ്റ്റ് ആയിട്ട് മാറാൻ സാധിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ലോ എഡ്യൂക്കേഷനിലോട്ട് വരുന്ന കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ നിയമപരമായിട്ടുള്ള പഠനങ്ങൾ, അതൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഹ്യൂമാനിറ്റീസ് സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകരിക്കുന്ന സബ്ജക്ട്സുകളാണ്. അതൊക്കെ തന്നെ പെട്ടെന്ന് ജോലി വേണം എന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്ന് ജോലി വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് കോമേഴ്സ് സ്ട്രീം പഠിക്കാം. കോമേഴ്സ് സ്ട്രീം പഠിക്കുമ്പോൾ അവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെൻഡുകളുണ്ട്. ആ ട്രെൻഡുകൾ എന്ന് പറയുന്നത് അസോസിയേറ്റ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ACCA കോഴ്സ് വേണമെങ്കിൽ അത് പഠിക്കാം. UK ബേസ് ചെയ്ത, ലണ്ടൻ ബേസ് ചെയ്ത കോഴ്സാണ്. ഇവിടെ ഇരുന്ന് പഠിക്കുവാൻ സാധിക്കും. അമേരിക്കൻ ബേസ് ചെയ്ത CMA കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ പ്രമുഖമായ പ്രശസ്തിയാർജിച്ച കോഴ്സുകളിൽ ഒന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. അതുപോലെ മറ്റൊന്നാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്, അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. ഇതെല്ലാം തന്നെ +2 പഠിക്കുമ്പോൾ തന്നെ ഒരു ബേസ്മെന്റ് പഠിക്കാം. പക്ഷേ +2 സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മേഖലകളിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ മേഖലകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സാധിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് സ്ട്രീം എടുക്കുന്ന കുട്ടികൾ, ആ സയൻസ് സ്ട്രീം എടുക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 4 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സബ്ജക്റ്റുകൾ. എന്നാൽ ബയോളജി സ്ട്രീമുണ്ട്, മാത്തമെറ്റിക്കൽ സ്ട്രീമും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ബയോളജിക്ക് പകരം അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സബ്ജക്റ്റാണ്, പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ. അപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 സബ്ജക്റ്റ് എടുക്കാം. ഈ കമ്പ്യൂട്ടർ സയൻസ് +2 എടുക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ആധികാരികമായ ഒരു അവയർനെസ് കുട്ടികളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് കൊണ്ട് മാത്രം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു തുടർ പഠനം റെക്കോർഡിക്കലി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് അവർ തിരിച്ച് BTech കമ്പ്യൂട്ടറിലോട്ട് പോവുകയാണെന്നിരിക്കട്ടെ, BTech കമ്പ്യൂട്ടർ സയൻസിലോട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ ബേസ്മെന്റ് അവർ ഇവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പഠിച്ച് കയറുന്നതിന് പഠിക്കും. മാത്രവുമല്ല, കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി ആധികാരികമായ അവയർനെസ് ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ മുതൽ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു മേഖലയിലും നമുക്ക് മുന്നേറാൻ പറ്റുകയില്ല. എന്തിനും കമ്പ്യൂട്ടർ മേഖലയിലുള്ള ഇതുണ്ട്. കമ്പ്യൂട്ടർ വഴിയാണ് എല്ലാം തന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ അവയർനെസ് വേണം. ഇന്ന് സ്കൂൾ തലത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാത്ത കുട്ടികൾ പോലും അവർ പാർട്ട് ടൈം ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒരു കമ്പ്യൂട്ടർ നോളജ് കരസ്ഥമാക്കൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ +2 കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയെന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കമ്പ്യൂട്ടർ പ്രൈവറ്റ് മേഖലയിൽ എവിടെയെങ്കിലും കമ്പ്യൂട്ടർ എടുക്കണം. ഇവിടെ നിങ്ങൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ, ഈ 4 സബ്ജക്റ്റുകൾ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ബയോളജി കൂടെ ഇഷ്ടമുണ്ട് എങ്കിൽ കമ്പ്യൂട്ടർ ഇവിടെ എടുക്കാൻ പറ്റുകയില്ല. അവിടെ 4ാമത്തെ സബ്ജക്റ്റായിട്ട് ബയോളജിക്കൽ സയൻസ് എടുക്കാം. പക്ഷേ കമ്പ്യൂട്ടർ എടുത്ത് എഞ്ചിനീയറിംഗ് ട്രെൻഡ് ഉള്ള കുട്ടികൾ വ്യക്തമായിട്ട് കമ്പ്യൂട്ടർ തന്നെ എടുക്കണം. പക്ഷേ എഞ്ചിനീയറിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ പോലും കമ്പ്യൂട്ടറിന്റെ നോളജ് അനിവാര്യമായിട്ട് വേണ്ടതാണ്. അതുപോലെ മറ്റൊരു ഘടകം, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് മുന്നേറാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു വർക്ക് സ്കില്ല് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യം എടുക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സബ്ജക്റ്റുകളോടൊപ്പം തന്നെ അതിനകത്ത് ഏതെങ്കിലും 3 സബ്ജക്റ്റ് പഠിക്കുന്നു. അതിനോടൊപ്പം ഒരു തൊഴിലധിഷ്ഠിതമായ സബ്ജക്റ്റും കൂടെ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ആൻട്രപ്രണോറിയൽ സ്കില്ല് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സും കൂടെ പഠിക്കും. അപ്പോൾ ഇവിടെ
വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് ഹയർ സെക്കൻഡറിയുടെ ലാംഗ്വേജും ഉണ്ടാകും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും. അതുപോലെ തന്നെ 3 സബ്ജക്റ്റ് ഹയർ സെക്കൻഡറിയുടെ 3 സബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഇനി അപ്പോൾ അവിടെ 4 സബ്ജക്റ്റായി. 5ാമത്തെ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയുള്ള ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് തുടങ്ങാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഓൺട്രപ്രണർഷിപ്പിനുള്ള പഠനം. അതോടൊപ്പം തന്നെ ഒരു സ്കിൽ എഡ്യൂക്കേഷൻ. ഈ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ IT പഠിക്കുന്ന പോലെയുള്ള ഒരു സ്കിൽ ഇവിടെ പഠിക്കും. ആ സ്കില്ല് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ 4 ലെവൽ ഉള്ളതാണ്. 4th ലെവൽ. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ IT സൂചിപ്പിച്ച മാതിരി തന്നെ ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് ആഗോള തലത്തിൽ തന്നെ രാജ്യത്താകമാനം അവർക്ക് 80 രാജ്യങ്ങളിൽ NSQF സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മിനിസ്ട്രിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പാണ്. അതിനുവേണ്ടി പരീക്ഷ നടത്തുന്നതിനും ആ മിനിസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരെ ഡെപ്യൂട്ട് ചെയ്യും. അവർ വന്നാണ് പരീക്ഷ നടത്തി ഇവർക്ക് സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നത്. VHSC പഠിക്കുന്നവർക്ക് ഡ്യുവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് NSQ സർട്ടിഫിക്കറ്റ് കിട്ടും, മറ്റൊന്ന് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കിട്ടും. അവർക്ക് തുടർ പഠനം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പോലെ തന്നെ അവർക്ക് തുടർ പഠനം പഠിച്ച സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് അവർക്ക് തുടർ പഠനവും ചെയ്യാൻ സാധിക്കും. അതുപോലെ NSQF ബേസ് ചെയ്തിട്ട് അവർക്ക് അപ്രന്റീസ്ഷിപ്പിന് പോകുവാനും സാധിക്കും. അവർക്ക് തൊഴിൽ പഠിക്കാൻ തൊഴിലിടങ്ങളിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരവും അവർക്ക് ലഭ്യമാകുകയും ചെയ്യും. അവിടെ പലതരം കോഴ്സുകളുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ നിങ്ങളുടെ സ്കൂളുകൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് VHSC പഠിക്കുന്നതും വളരെ സുത്യർഹമായിട്ട് തന്നെ വർക്ക് ചെയ്ത് നിന്നുകൊണ്ടുള്ള പഠനമാണ്. സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ്. അതോടൊപ്പം ഹയർ സെക്കൻഡറി പഠനവുമാണ്. അപ്പൊ 2 സർട്ടിഫിക്കറ്റ് ഒരേ സമയം ലഭിക്കുന്നു എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ പഠിക്കുകയും ചെയ്യാം. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ. എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുട്ടിയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇപ്പോൾ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ പോളിടെക്നിക് കോളേജിൽ ചേർത്ത് പഠിക്കാൻ സാധിക്കും. പോളിടെക്നിക് കോളേജുകൾ, ആ പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ 3 വർഷത്തെ കോഴ്സാണത്. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ പോളിടെക്നിക് കോളേജിൽ നിന്ന് ഡിപ്ലോമ സമ്പാദിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കും. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പോളിടെക്നിക് കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ 70% ഉടനെ ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ പോളിടെക്നിക് കോളേജിൽ പഠനം, അത് എഞ്ചിനീയറിംഗ് പഠന മേഖലയുണ്ട്, മാനേജ്മെന്റ് പഠന മേഖലകളുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠന മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള പഠന മേഖല ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം കോഴ്സുകളും എഞ്ചിനീയറിംഗ് പഠന മേഖലകളാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നാലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾക്ക് ഇവർക്ക് 3 വർഷം പഠിക്കാം. ഇങ്ങനെ പഠിക്കുമ്പോൾ അവർ മാത്തമെറ്റിക്സിനും അതിനകത്ത് പഠിക്കേണ്ടി വരും. എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് അതിനകത്ത് ഉണ്ടാകും. അതുപോലെ കാൽക്കുലസ് എന്ന് പറയുന്ന മേഖലകളുണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അവർ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിങ്ങിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമായി പഠിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് പോളിടെക്നിക് കോളേജ്. ഈ പോളിടെക്നിക് കോളേജ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. ജോലി കിട്ടുന്നത് ഒരു ഇൻഡസ്ട്രിയിലെ മിഡിൽ തട്ടിലുള്ള ജോലി ആയിരിക്കും അവർക്ക് ലഭ്യമാകുന്നത്. പക്ഷെ പോരാ, എനിക്ക് മുകൾ തട്ടിലുള്ള ജോലി തന്നെ വേണം എന്നുണ്ടെങ്കിൽ പോളിടെക്നിക് പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് BTech പഠിക്കുവാൻ സാധിക്കും. സാധാരണ BTech പഠിക്കണമെങ്കിൽ +2 പാസ്സായി പോകുന്ന കുട്ടികളാണ് BTechന് ചേരുന്നത്. അതിന് 4 വർഷത്തെ കോഴ്സുകളുണ്ട്. പക്ഷേ ഈ BTech പഠിക്കാൻ വേണ്ടി പോളിടെക്നിക് പാസ്സായി പോകുന്ന കുട്ടികൾക്ക് 4 വർഷം വേണ്ട, 3 വർഷം പഠിച്ചാൽ മതി. അവർക്ക് പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി വഴി 2ാമത്തെ വർഷം നേരിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചവർക്ക് 3 വർഷം കൊണ്ട് പോളിടെക്നിക്ക് കഴിഞ്ഞ് 3 വർഷം കൊണ്ട് BTech എഡ്യൂക്കേഷൻ നേടുവാനും സാധിക്കും. അപ്പോൾ അവർക്ക് ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 6 വർഷം കൊണ്ടാണ് BTech കിട്ടുന്നത്. 3 വർഷം പോളി എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് 3 വർഷം
എഞ്ചിനീയറിംഗ് ബിടെക് എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടെ എന്തെല്ലാം നോളജ് അവർക്ക് ലഭിക്കാൻ സാധിക്കും എന്നറിയാമോ? അത് മാത്രമല്ല, എവിടെയെങ്കിലും കമ്പനികളിൽ റിക്രൂട്ട്മെന്റിന് പോയി കഴിഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ പ്ലസ് ബിടെക്കുകാരെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ലഭിക്കുന്നത് പോലും. അവർക്ക് എംപ്ലോയ്മെന്റ് ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ലഭിക്കുന്നത് അവർക്കാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗിനോട് വാസനയുള്ള കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 പോകാത്തതിന് നേരെ പോളിടെക്നിക്കിൽ പോകുക. എൻട്രൻസ് ബേസ് ചെയ്ത ടെസ്റ്റ് അല്ല ഇവിടെ. എല്ലാ 10ാം ക്ലാസ്സിലുള്ള സ്കോർ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര സ്കോർ കിട്ടിയോ ആ സ്കോർ അടിസ്ഥാനത്തിൽ ടോപ്പ് സ്കോറേഴ്സ് ആണ് ഈ പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടുക. അതിനുശേഷം അവർക്ക് ലാറ്ററൽ എൻട്രിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകും. ആ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് ടെസ്റ്റ് ആണ്. അത് 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ടോപ്പിക്കുകളുടെ ഒരു ബേസ്മെന്റ് ആണ് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അവർ പഠിക്കുക. അങ്ങനെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർ നേരെ പോളിടെക്നിക് കഴിഞ്ഞു എഞ്ചിനീയറിംഗും എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് മറ്റൊരു മേഖല കൂടെ സൂചിപ്പിക്കുവാനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടൻ തന്നെ ജോലിക്ക് കിട്ടണം. 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 15-16 വയസ്സാകുകയുള്ളൂ. പക്ഷെ 18 വയസ്സാകണം ജോലി കയറണം. അപ്പോൾ 18 വയസ്സായ ഉടൻ തന്നെ ജോലിക്ക് കയറണം. അതിനുപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പഠനമാണ് വേണ്ടത് എങ്കിൽ 100% ജോലി കിട്ടുന്ന ഉപകരിക്കുന്ന ഒരു മേഖലയാണ് ITI പഠനം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ തിയറി പഠിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. തിയറി പഠിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്ക് പ്രായോഗിക പരിശീലനം കിട്ടാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നേരെ ITIയിൽ പോകാം. 10ാം ക്ലാസ് കഴിഞ്ഞുടൻ തന്നെ ITIയുടെ 2 വർഷത്തെ ട്രേഡ് പഠിക്കുക. ഈ 2 വർഷത്തെ ട്രേഡ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും ജോലി സാധ്യത ഉറപ്പാണ്. ഇന്ന് ITI പഠിച്ചിറങ്ങുന്ന 90% കുട്ടികളും എംപ്ലോയബിലിറ്റി കിട്ടുന്ന സാധ്യതയാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ അവർക്ക് ഡ്യുവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ITI 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡ്യുവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് മിനിസ്ട്രി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിനെ NSQF സർട്ടിഫിക്കറ്റിന്റെ ലെവൽ 4 നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ലെവൽ 4. ഈ NSQF ലെവൽ 4 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ തന്നെ 80 രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ 80 രാജ്യങ്ങൾ NSQF സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. രണ്ടാമതൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് NCVT സർട്ടിഫിക്കറ്റ് ആണ്. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന NCVT സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഡ്യുവൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ITI പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്നത്. അപ്പൊ ITI പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ ഉടനെ എംപ്ലോയബിലിറ്റി കിട്ടുന്നതാണ്. അവർക്ക് ജോലിക്ക് താല്പര്യമുള്ള കുട്ടികൾ. പക്ഷെ ഈ ജോലി എന്ന് പറയുന്നത് ബേസ്മെന്റ് ലെവലിലുള്ള ജോലിയാണ്. മുകൾ തട്ടിലുള്ള ജോലിക്ക്, മിഡിൽ തട്ടിലുള്ള ജോലി കിട്ടണമെങ്കിൽ പോളിടെക്നിക്കും, മുകൾ തട്ടിലുള്ള ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബിടെക്കും എഞ്ചിനീയേഴ്സിനാണ് കിട്ടുന്നതെങ്കിൽ ഇവർക്ക് ഉടനെ ജോലി കിട്ടും. സാലറി ഒട്ടും മോശമല്ല കേട്ടോ. നമ്മുടെ ISRO പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ എന്തുമാത്രം വേക്കൻസി എന്നറിയാമോ? എന്തുമാത്രം ITI പാസ്ഔട്ട്സ് ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നല്ല ജോലി കിട്ടും. മാത്രവുമല്ല, ഈ ITI പാസ്സായി ഉടൻ തന്നെ അവർക്ക് ജോലിക്ക് കയറുന്നതിന് പകരം അവർക്ക് 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് പോകാനും സാധിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന അപ്രന്റീസ്ഷിപ്പ് കിട്ടുകയും ചെയ്യും. അത് പെയ്ഡ് അപ്രന്റീസ്ഷിപ്പ് ആണ്. അതിലും പോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാധ്യത പോളിടെക്നിക് കഴിയുന്നവർക്കും അപ്രന്റീസ്ഷിപ്പിന് പോകാൻ സാധിക്കും. ബിടെക് കഴിയുന്നവർക്കും അപ്രന്റീസ്ഷിപ്പിന് പോകാൻ സാധിക്കും. പെയ്ഡ് അപ്രന്റീസ്ഷിപ്പാണ്. മന്ത്ലി വേതനത്തോടു കൂടിയുള്ള പ്രായോഗിക പരിശീലനം നേടുന്ന ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് 3 ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ITI, രണ്ടാമത് പോളിടെക്നിക്. പക്ഷെ തുടർ പഠനം ലക്ഷ്യമിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ടാർഗറ്റ് എന്ന് പറയുന്നതെല്ലാം തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് പോലെയുള്ളതാകാം, BCom സബ്ജക്റ്റ് ആകാം, ജേർണലിസ്റ്റ് ആകാം, MSW ആകാം, തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അവർ വ്യക്തമായിട്ട് +2 തന്നെ പഠിക്കണം. ആ +2 പഠിക്കുമ്പോൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് താല്പര്യം അനുസരിച്ച് സബ്ജക്റ്റ് ചെയ്യുക. ഇന്ന് കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെന്തെല്ലാം പഠിക്കുന്നുണ്ട്? ഒരു കമ്പനിയെ പറ്റി പഠിക്കുന്നു, ഒരു ഓഫീസിന്റെ നിയമങ്ങളെ പറ്റി പഠിക്കുന്നു, കറസ്പോണ്ടൻസ് പഠിക്കുന്നു, കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കുന്നു. ഇതെല്ലാം കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിങ്ങും ബിസിനസ്സും ഒക്കെ പഠിക്കുന്ന ഒരു സെൽഫ് ഓൺട്രപ്രണർ ആകണമെങ്കിൽ എങ്ങനെ, ഒരു സ്വയം തൊഴിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ, അതിനുവേണ്ടി
ഇത് കോമേഴ്സിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരും അൺഎംപ്ലോയ്മെന്റ് ആകില്ല, അവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുമെന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് BSc പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഒക്കെ തന്നെ അവസാനം ജോലിക്ക് വരുന്നത് കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലാണ്. ബാങ്കിങ് എന്ന് പറയുന്ന കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ്. പക്ഷെ ഇന്ന് ബാങ്കിങ്ങിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല 90% ആൾക്കാരും ഈ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കുറവാണ്. കൂടുതലും അതർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കോമേഴ്സ് റിലേറ്റഡ് നല്ല കോഴ്സാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അങ്ങനെ തന്നെയാണ്. ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ഉള്ള കോഴ്സുകളിലാണെങ്കിൽ എക്കോണമിക്കൽ സയൻസ് എന്ന് പറയുന്ന മേഖല അത്യന്തം നല്ല ഉപകാരപ്രദമായ ഒരു മേഖലയാണ്. നമ്മുടെ പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എക്കോണമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾക്ക് വേണം, സാമ്പത്തിക ശാസ്ത്രം വേണം. ഇന്ത്യയുടെ സമ്പദ്ഘടന വിലയിരുത്തണമെങ്കിൽ GDP നോക്കണം. ആ GDP വിലയിരുത്തുന്നത് എക്കോണമിസ്റ്റുകളാണ്. അപ്പോൾ അത്തരം എക്കോണമിസ്റ്റുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പഠനമാണ് ശരിക്കും എക്കോണമിക്സ് സയൻസ് എന്ന് പറയുന്നത്. എക്കോണമിക്സ് പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് മാത്തമെറ്റിക്സ് +2 ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ലഭിക്കുന്നതാണ്. അവർക്ക് മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം, എങ്കിലേ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി അനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇതെല്ലാം വളരെ നല്ല സബ്ജക്ട്സുകളാണ്. ഈ സബ്ജക്റ്റുകൾ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആയി മാറാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം ധാരാളമുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, എല്ലാ കോഴ്സുകളും പഠിക്കാൻ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കോഴ്സിൽ അകത്ത് പഠിക്കേണ്ടത് സബ്ജക്റ്റിന് എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്ന് മനസ്സുകൊണ്ട് വിലയിരുത്തണം. ആ വിലയിരുത്തിയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് കോഴ്സിൽ ചേരണം. അങ്ങനെ ആ പഠനത്തിന് ശേഷം തുടർ പഠനം എന്താണ്, എംപ്ലോയബിലിറ്റി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടത് പഠിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ലക്ഷ്യബോധം കിട്ടും. അവർ ആത്മാർത്ഥമായിട്ട് വളരെ നല്ല താല്പര്യത്തോടു കൂടി പഠിക്കുകയും അവർ മുകൾത്തട്ടിലോട്ട് കയറി പോവുകയും ചെയ്യും.